കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ അയോണിക് ബോണ്ടുകളെ കുറിച്ചായിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. എങ്ങനെയാണ് സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുക എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. എല്ലാവരും നോക്കിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ്. Na+Cl- ഒന്ന് കാറ്റയോണ്, മറ്റൊന്ന് ആനയോൺ. പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസും നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസും ഫോം ചെയ്യുന്നു. ശേഷം ഈ രണ്ട് അയോണുകൾ കൂടിച്ചേർന്നിട്ടൊരു കോമ്പൗണ്ടായിട്ട് മാറുന്നു. അയോണുകൾ ഉണ്ടാവാൻ വേണ്ടിയിട്ട് സോഡിയം ഒരു ഇലക്ട്രോണിന് വിട്ടുകൊടുത്തിട്ട് അതിൻ്റെ എൽ ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ, അതേപോലെ തന്നെ ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ചിട്ട് അതിൻ്റെ എം ഷെല്ലിൽ 8 ഇലക്ട്രോണുകൾ ആക്കുന്നു. രണ്ട് ആറ്റങ്ങളും സ്റ്റേബിൾ ആവുന്നതോടൊപ്പം ഈ അയോണുകൾ രണ്ടും കൂടെ കൂടിച്ചേർന്ന് ഒരു കോമ്പൗണ്ടായിട്ട് മാറുന്നു. അതാണ് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട്. ഇത്രയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നത്. ഇനി അതിൻ്റെ ബാക്കി സോഡിയം ക്ലോറൈഡുമായി ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിരുന്നു, സോഡിയത്തിന് ഒരു അയോണിനെ വിട്ടുകൊടുത്ത് ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത് പോസിറ്റീവ് ചാർജുള്ള അയോണായി മാറണമെങ്കിൽ 496 kJ/mol എനർജി ആവശ്യമാണ്. അതേപോലെ ക്ലോറിന് ഒരു ഇലക്ട്രോണിനെ സ്വീകരിച്ച് നെഗറ്റീവ് ചാർജുള്ള അയോണുകളായി മാറണമെങ്കിൽ 349 kJ/mol എനർജിയും ആവശ്യമാണ്. അപ്പോൾ ഇത് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ 147 kJ/mol എനർജി നമുക്ക് നഷ്ടമാണ്. മനസ്സിലായല്ലോ? അതായത് 496 kJ/mol എനർജി ഉണ്ടെങ്കിൽ സോഡിയം ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നുള്ളൂ. അതേപോലെ ഈ നഷ്ടപ്പെടുന്നതിൽ നിന്ന് 349 kJ/mol എനർജി ക്ലോറിൻ ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കുമ്പോൾ നമുക്ക് തിരിച്ചു കിട്ടും. ബാക്കി എനർജി നഷ്ടം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതൊരു എനർജി വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു അൺഫേവറബിളായ, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത അല്ലെങ്കിൽ എനർജി ലോസ് ഉണ്ടാക്കുന്ന ഒരു കെമിക്കൽ റിയാക്ഷനായിട്ട് ഇത് മാറും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്, ഈ നെറ്റ് ഡിഫറൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സോഡിയം ഒരു ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ ഫോം ചെയ്യും. സോഡിയം ഒരു ക്രിസ്റ്റലൈൻ സോളിഡ് ആയിട്ടാണ് നിലകൊള്ളുക. ഇങ്ങനെ നിൽക്കുന്ന സമയത്ത്, ക്രിസ്റ്റലൈൻ സോളിഡ് ആവുന്ന സമയത്ത് ഈ സോഡിയം അയോൺസ് കുറച്ച് എനർജി കൂടെ റിലീസ് ചെയ്യും. ഇത് രണ്ടും കൂടെ, സോഡിയം അയോൺസും ക്ലോറൈഡ് അയോൺസും കൂടെ ഒരുമിച്ച് വന്ന് ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ രൂപീകരിക്കുന്ന സമയത്ത് കുറച്ച് എനർജി റിലീസ് ചെയ്യും. ഈ റിലീസ് ചെയ്യുന്ന എനർജി ഈ 147 kJ/mol എനർജി കോമ്പൻസേറ്റ് ചെയ്യും. അപ്പം ടോട്ടലായിട്ട് സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യുന്ന സമയത്ത് നമുക്ക് എനർജി ലോസ് വരുന്നില്ല എന്നർത്ഥം. അപ്പം നമ്മൾ ചിത്രത്തിൽ കാണുന്ന പോലെ നമുക്കറിയാം, ഓരോ സോഡിയം അയോൺസും 6 ക്ലോറൈഡ് അയോണുകൾ കൊണ്ട് ചുറ്റപ്പെട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഓരോ ക്ലോറൈഡ് അയോൺസും 6 സോഡിയം അയോൺസ് കൊണ്ടും ചുറ്റപ്പെട്ടിട്ടുണ്ടാവും. അങ്ങനെയുള്ളൊരു 3 ഡയമെൻഷണൽ സ്ട്രക്ചറാണ് ഈ സോഡിയം ക്ലോറൈഡ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കുന്ന സമയത്ത് ഓരോ സോഡിയത്തിൻ്റെ അല്ലെങ്കിൽ ഓരോ ക്ലോറൈഡിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് എല്ലാ ഭാഗത്തേക്കും ഉണ്ടാവും. യൂണിഫോം ആയിട്ട് എല്ലാ ഡയറക്ഷനിലേക്കും ഉണ്ടാവും. അപ്പോൾ പ്രത്യേകമായിട്ട് ഒരു സോഡിയത്തിന് ഒരു ക്ലോറിൻ അല്ലെങ്കിൽ ഒരു ക്ലോറൈഡിന് ഒരു പ്രത്യേക സോഡിയം എന്നുള്ളൊരു കണക്ക് ഉണ്ടാവില്ല. മൊത്തത്തിൽ സോഡിയം ക്ലോറൈഡ് എന്ന് പറയുന്നൊരു കോമ്പൗണ്ട്, ആ കോമ്പൗണ്ടിൽ സോഡിയം ഉണ്ടാവും, ക്ലോറിൻ ഉണ്ടാവും. അപ്പോൾ ഓരോ സോഡിയത്തിൻ്റെയും അല്ലെങ്കിൽ ഓരോ ക്ലോറൈഡിൻ്റെയും അട്രാക്റ്റീവ് ഫോഴ്സ് എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷനിലേക്കും ഉണ്ടാവും. അപ്പോൾ എല്ലാ ഡയറക്ഷനിൽ നിന്നുമായിട്ട് 6 മറ്റ് ആറ്റങ്ങൾ ഇതിനെ സറൗണ്ട് ചെയ്തിട്ടുണ്ടാവും. ആ ഒരു ഫോമാണ് ഈ ക്രിസ്റ്റലൈൻ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ എനർജി കുറച്ചുകൂടെ റിലീസ് ചെയ്യുകയും ഈ നഷ്ടപ്പെടുന്ന എനർജി കോമ്പൻസേറ്റ് ചെയ്യുകയും ചെയ്യും. ഇനി നമുക്ക് വേറെ ഒരു കോമ്പൗണ്ട് കൂടെ ജസ്റ്റ് നോക്കാം. മഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട്, അതെങ്ങനെയാണ് ഫോം ചെയ്യുന്നത് കൂടെ നോക്കാം. ശരിക്കും നമ്മൾ മുമ്പ് പഠിച്ച സോഡിയം ക്ലോറൈഡിൻ്റെ അതേ രീതിയിലാണ് മഗ്നീഷ്യം ക്ലോറൈഡും ഫോം ചെയ്യുന്നത്. സിമ്പിളായിട്ട് വളരെ എളുപ്പത്തിൽ നമുക്കത് മനസ്സിലാവും. നമ്മൾ നേരത്തെ സോഡിയം ക്ലോറൈഡ് പറഞ്ഞ സോഡിയത്തിൻ്റെ ആറ്റോമിക് നമ്പർ 11ഉം ക്ലോറിൻ്റെത് 17ഉം ആയിരുന്നു. ഓക്കെ,
ഇവിടെ ഉള്ളത് മെഗ്നീഷ്യം ക്ലോറൈഡ് ആണ്. മെഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 12 ആണ്. മെഗ്നീഷ്യത്തിൻ്റെ ആറ്റോമിക് നമ്പർ 12 ആണ്. അപ്പോൾ 12നെ നമുക്ക് എഴുതാം 2, 8, 2 എന്ന് എഴുതാം അല്ലേ. KLM, എമ്മിലുള്ളത് 2 എണ്ണമാണ്. നേരത്തെ സോഡിയത്തിൽ 2, 8, 1 ആയിരുന്നു. അപ്പോൾ ഒരു ഇലക്ട്രോൺ വിട്ടുകൊടുത്താൽ മതി. ഇവിടെ 2, 8, 2 ആണ്. അതായത് ഈ 2 ഇലക്ട്രോണിന് എന്ത് ചെയ്യണം? മെഗ്നീഷ്യം വിട്ടുകൊടുക്കണം. ക്ലോറിൻ നമുക്കറിയാം, ക്ലോറിൻ 7 ആണ് അതിൻ്റെ ഔട്ടർ മോസ്റ്റിലുള്ളത്. അതിന് ഒരു ഇലക്ട്രോണെ സ്വീകരിക്കാൻ കഴിയുള്ളൂ. മനസ്സിലാവുന്നുണ്ടല്ലോ? ഒരു ഇലക്ട്രോണിനെ ക്ലോറിന് സ്വീകരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ മെഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയും ചെയ്യും, സോഡിയത്തിന് ഒരു ഇലക്ട്രോണിനെ സ്വീകരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ എന്ത് സംഭവിക്കും? ഒരു ക്ലോറിൻ മതിയാവാതെ വരും. അപ്പോൾ 2 ക്ലോറിൻ, അതായത് മെഗ്നീഷ്യം ക്ലോറൈഡ് എന്ന് പറയുന്ന കോമ്പൗണ്ടിൻ്റെ കെമിക്കൽ ഫോർമുല എന്നുള്ളത് MgCl2 ആണ്. NaCl എന്ന് പറയുന്നതിൽ ഒരു സോഡിയം ഒരു ക്ലോറിനുമാണെങ്കിൽ MgCl2 എന്ന് പറയുന്നതിൽ ഒരു മെഗ്നീഷ്യവും 2 ക്ലോറിനുമാണുള്ളത്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ ഇതാണ്. മെഗ്നീഷ്യത്തിന് 2, 8, 2 ആണ്. ഇപ്പോൾ 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ മെഗ്നീഷ്യം എന്താവും? Mg2+ ആവും. 12 പ്രോട്ടോണും 10 ഇലക്ട്രോണും ആവും. അപ്പോൾ Mg2+ ആവും. Cl എന്ന് പറയുന്നത് ഒരു ഇലക്ട്രോണിനെ മാത്രമേ അതിന് സ്വീകരിക്കാൻ കഴിയുള്ളൂ, 7 ആണ്. അപ്പോൾ 2 Cl എന്ത് ചെയ്യും? വേണം. ഓരോ Clലും ഓരോ ഇലക്ട്രോണിനെ വീതം സ്വീകരിക്കും അല്ലേ. അപ്പോൾ Mg2+ + 2l-. ഓക്കെ, Mg2+ + 2Cl-. ഓക്കെ, Mg2+ + 2Cl- MgCl2 എന്ന് പറയുന്ന കോമ്പൗണ്ടായിട്ട് ഫോം ചെയ്യും. ഓക്കെ, മനസ്സിലായല്ലോ? അപ്പോൾ മെഗ്നീഷ്യത്തിൻ്റെത് മാത്രം നമ്മൾ ക്ലോറിൻ നേരത്തെ പറഞ്ഞതുകൊണ്ടാണ് കൂടുതൽ വിശദമായിട്ട് പറയാത്തത്. മെഗ്നീഷ്യം 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും, Mg2+ ആയിട്ട് മാറും. ക്ലോറിൻ ഓരോ ക്ലോറിനും ഓരോ ഇലക്ട്രോണിനെ വീതം സ്വീകരിക്കും. എന്നിട്ട് MgCl2 എന്ന് പറയുന്ന കോമ്പൗണ്ട് ഫോം ചെയ്യും. മനസ്സിലായില്ലേ? ഇനി ഈ മെഗ്നീഷ്യം തന്നെ ഓക്സിജനുമായി കൂടിച്ചേരുന്നുണ്ട് അല്ലേ. മെഗ്നീഷ്യം ഓക്സൈഡ് നമ്മൾ പഠിച്ചതാണ്. മെഗ്നീഷ്യം കത്തിക്കുന്ന സമയത്ത് മെഗ്നീഷ്യം ഓക്സിജനും കൂടെ റിയാക്ട് ചെയ്ത് മെഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യുന്നുള്ള കെമിക്കൽ റിയാക്ഷൻ നമ്മൾ പഠിച്ചതാണ്. അവിടെ എന്താ സംഭവിക്കുക? നമുക്ക് മെഗ്നീഷ്യത്തിൻ്റെ ഇപ്പോൾ നമ്മൾ പഠിച്ചു 2, 8, 2 ആണ്. ഇനി ഓക്സിജൻ്റെ ആറ്റമിക് നമ്പർ എത്രയായിരുന്നു? 8 ആണ് അല്ലേ. ഓക്സിജൻ്റെ ആറ്റമിക് നമ്പർ എന്ന് പറയുന്നത് 8 ആണ്. അതായത് 2, 6 ആണ്. എൽ ഷെല്ലിൽ എത്രയാണുള്ളത്? 6. ഇവിടെ എൽ ഷെല്ലിൽ 8 ആവണമെങ്കിൽ എത്ര എണ്ണം വേണം? 2 എണ്ണം വേണം. ഈ 2 എണ്ണത്തിന് ഒന്നെങ്കിലും ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ എവിടെ നിന്നെങ്കിലും സ്വീകരിക്കാം. ഓക്സിജൻ എന്ത് ചെയ്യാണ്? ഒരു 2 ഇലക്ട്രോണിനെ സ്വീകരിക്കുകയാണ്. എവിടെ നിന്ന്? മെഗ്നീഷ്യത്തിൽ നിന്ന്. കാരണം മെഗ്നീഷ്യത്തിന് 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാണ്ട് അല്ല, 2+ ആണ്. ആ 2+ ഓക്സിജൻ സ്വീകരിച്ചിട്ട് ഓക്സിജൻ എന്തായി മാറും? O2- ആയി മാറും. O2-. ഓക്കെ, ഓക്സിജൻ O2- ആയി മാറും. അപ്പോൾ Mg2+ + O2- Mg. ഓക്കെ, മെഗ്നീഷ്യം ഓക്സൈഡ്. മനസ്സിലായ മെഗ്നീഷ്യം ഓക്സൈഡ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന്? അപ്പം ഇതേപോലെ ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാനും അല്ലെ 1, 2 ഇലക്ട്രോണുകളെ വിട്ടുകൊടുക്കാനും സ്വീകരിക്കാനും കഴിയുന്ന ആറ്റങ്ങളൊക്കെ പോസിറ്റീവ് ചാർജും നെഗറ്റീവ് ചാർജുമുള്ള അയോണുകളായിട്ട് മാറും. അങ്ങനെ അയോണുകൾ തമ്മിൽ പരസ്പരം അട്രാക്ട് ചെയ്തുകൊണ്ട് ഒരു പുതിയ കോമ്പൗണ്ട് ഫോം ചെയ്യും. അങ്ങനെ അയോണുകൾ തമ്മിൽ അട്രാക്ട് ചെയ്തുകൊണ്ട് കോമ്പൗണ്ട് ഫോം ചെയ്യുന്നതുകൊണ്ടാണ് നമ്മളതിനെ അയോണിക് കോമ്പൗണ്ട് എന്ന് വിളിക്കുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി ഇതിൻ്റെ പ്രോപ്പർട്ടീസ് കൂടെ പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. അയോണിക് കോമ്പൗണ്ട്സൊക്കെ ചില പ്രത്യേക പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. എല്ലാ അയോണിക് കോമ്പൗണ്ടുകളും ചില പ്രത്യേക പ്രോപ്പർട്ടീസ് കാണിക്കുന്നുണ്ട്. അതാണ് പ്രോപ്പർട്ടീസ് ഓഫ് അയോണിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ കാറ്റയോൺസും ആനയോൺസും ആണ്. സ്വാഭാവികമായിട്ട് 2 അയോണുകൾ പരസ്പരം കൂടിച്ചേർന്നുണ്ടാവുന്ന അല്ലെങ്കിൽ ഒരു സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൊണ്ടുണ്ടാകുന്ന കോമ്പൗണ്ടുകളാണെങ്കിൽ സ്വാഭാവികമായിട്ട് ഇത് കാണിക്കുന്ന ചില പ്രത്യേകതകളാണ്. ഒന്ന് ഫിസിക്കൽ സ്റ്റേറ്റ് ആണ്. അയോണിക് കോമ്പൗണ്ട്സ് ആർ ക്രിസ്റ്റലൈൻ സോളിഡ്സ്. നമ്മൾ പറഞ്ഞു അയോണിക് കോമ്പൗണ്ടുകൾക്ക് ക്രിസ്റ്റലൈൻ സോളിഡുകളാവും. ദ അയോൺസ് ആർ അറേഞ്ച്ഡ് ഇൻ എ റെഗുലർ ഫാഷൻ. കൃത്യമായ ഒരു അറേഞ്ച്മെൻ്റ് ഉണ്ടാവും.
അതേപോലെ തന്നെ ഹാർഡായിരിക്കും ബ്രിട്ടിൽ ഇൻ നേച്ചർ. ബ്രിട്ടിലായിരിക്കും. എന്താ ബ്രിട്ടിൽ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉപ്പിൻ്റെ കല്ലെടുത്ത് നമ്മൾ അടിച്ചാൽ അത് പൊടിഞ്ഞു പോകും അല്ലേ. എന്നാൽ ഹാർഡാണ്. ഒരു ഉപ്പിൻ്റെ കല്ലെടുത്തിട്ട് നമ്മളത് അമർത്തി പിടിക്കാൻ നോക്കിയാൽ നടക്കുമോ? ഇല്ല. അപ്പോൾ ഉറപ്പുണ്ടാവും, അതോടൊപ്പം ബ്രിട്ടിലും ആയിരിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള കോമ്പൗണ്ടുകളാണ് ഇതിൻ്റെ ഫിസിക്കൽ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. എല്ലാ അയോണിക് കോമ്പൗണ്ടുകളും ഈ സ്വഭാവം കാണിക്കും. രണ്ടാമത് മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ആണ്. ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത വെരി ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ് ആണ് ഉണ്ടാവുക. ഓക്കെ, മെൽറ്റിംഗ് പോയിൻ്റ് ഓഫ് സോഡിയം ക്ലോറൈഡ് ഈസ് 1074 കെൽവിനാണ്. 1074 കെൽവിനാണ്. 1074 കെൽവിൻ, 1074 കെൽവിൻ, അതായത് 801 ഡിഗ്രി സെൽഷ്യസ്. അതിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 1686 ഡിഗ്രി കെൽവിനാണ്, അതായത് 1413 ഡിഗ്രി സെൽഷ്യസ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? വെള്ളത്തിൻ്റെ മെൽറ്റിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്. വെള്ളത്തിൻ്റെ ബോയിലിംഗ് പോയിൻ്റ് എന്ന് പറയുന്നത് 100 ഡിഗ്രി സെൽഷ്യസ് ആണ്. സാധാരണ ഇതിൽ നമ്മൾ ഉപ്പ് വെള്ളത്തിൽ നിന്ന് ഉപ്പിനെ വേർതിരിക്കാൻ എന്താ ചെയ്യാറ്? വെള്ളം ചൂടാക്കും അല്ലേ. വെള്ളത്തെ ചൂടാക്കിയിട്ട് ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. നമ്മളുടെ സാൾട്ട് അതിൽ തന്നെ റിമൈൻ ചെയ്യും. കാരണം 100 ഡിഗ്രി സെൽഷ്യസിന് ഒക്കെ ചൂടാക്കുമ്പോഴേക്കും വെള്ളം ഇവാപ്പറേറ്റ് ചെയ്ത് പോകും. ഉപ്പ് ഇവാപ്പറേറ്റ് ചെയ്യണമെങ്കിൽ നമ്മളതിനെ 1413 ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കണം. മനസ്സിലായല്ലോ? അപ്പം ഇതാണ് ഒരു പ്രത്യേകത. ഇനി എന്തുകൊണ്ടാണ് ഈ ഹൈ മെൽറ്റിംഗ് ആൻഡ് ബോയിലിംഗ് പോയിന്റ് വരുന്നത് എന്നുള്ളതാണ് അടുത്ത ചോദ്യം. ഇത് സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. ഇത് തമ്മിൽ ബന്ധിപ്പിച്ച് നിർത്തിയിട്ടുള്ളത് സ്ട്രോങ് ആയിട്ടുള്ള ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ്. അപ്പോൾ ഈ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഒന്ന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ ധാരാളം തെർമൽ എനർജി ആവശ്യമാണ്. ഈ അട്രാക്ഷൻ ഓവർകം ചെയ്യണമെങ്കിൽ ഒരു വെരി ഹൈ തെർമൽ എനർജി ആവശ്യം, ഹീറ്റ് എനർജി എന്നർത്ഥം. അപ്പോൾ ഈ ഇൻട്രയോണിക് അട്രാക്ഷൻ, കാറ്റോണും അയോണും തമ്മിലുള്ള ഇൻട്രയോണിക് അട്രാക്ഷൻ ഓവർകം ചെയ്യാൻ തന്നെ ഒരു വെരി ഹൈ എമൗണ്ട് ഓഫ് എനർജി ആവശ്യമാണ്. അത് ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ഇത് മെൽറ്റ് ചെയ്യുള്ളൂ. മെൽറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുള്ളൂ? ഇത് ഇവാപ്പറേറ്റ് ചെയ്യുള്ളൂ. അപ്പം ബോയിലിംഗ് പോയിൻറ്റും മെൽറ്റിംഗ് പോയിൻറ്റും അത്രത്തോളം ഉയരാനുള്ള കാരണമാണ് ഈ സ്ട്രോങ് ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ അയോൺസ്. ക്ലിയർ ആണല്ലോ? ക്രിസ്റ്റൽ ഈ 3 ഡയമെൻഷൻ ക്രിസ്റ്റലിൽ 3 ഡയമെൻഷണൽ റെഗുലർ അറേഞ്ച്മെൻറ്റ്, ആനയും കാറ്റോണും കൂടെയുള്ള ഈ അറേഞ്ച്മെൻറ്റ് നമ്മൾ വിളിക്കുക ക്രിസ്റ്റൽ ലാറ്റിസ് എന്നാണ്. നിങ്ങൾ വിശദമായിട്ട് പിന്നീട് പഠിക്കുന്നത്, നമ്മൾ ഇതിൽ പഠിക്കുന്നില്ല, വലിയ ക്ലാസ്സുകളാണിത് വിശദമായിട്ട് പഠിക്കുക. അപ്പോൾ സാധാരണ ഇതിൽ ഉപ്പ് ചൂടാക്കി ഉരുക്കാനോ അല്ലെങ്കിൽ ഉപ്പ് തിളപ്പിക്കാനൊക്കെ നമ്മൾ വെരി ഹൈ ടെമ്പറേച്ചർ ഉപയോഗിക്കേണ്ടി വരും. എന്നാൽ മാത്രമേ നമുക്കത് സാധ്യമാവുള്ളൂ. വരുന്ന ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റിയാണ്. സോളിഡ് സ്റ്റേറ്റിൽ അയോണിക് കോമ്പൗണ്ടുകൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. എന്നാൽ മോൾട്ടൺ സ്റ്റേറ്റിൽ അല്ലെങ്കിൽ ലിക്വിഡ് ഫോമിൽ ഇത് സൊല്യൂഷൻ ഫോമിൽ കണ്ടക്ട് ചെയ്യും. പ്യുവർ വാട്ടർ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. എന്നാൽ കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ കണ്ടക്ട് ചെയ്യും. കാരണം എന്താണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതോടെ NaCl Na+Cl- ആയി മാറും. ഇലക്ട്രോളിസിസ് എന്ന് പറയുന്ന പ്രോസസ്സ് പോലെ Na+Cl- ആയി മാറും. ശരിക്കും കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫ്ലോ ഓഫ് ഇലക്ട്രോൺസ് ആണ് അല്ലേ. അപ്പോൾ ചാർജ്ഡ് സ്പീഷീസിൻ്റെ ഫ്ലോ ആണ് കറണ്ട് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ട് ഈ സോഡിയവും ക്ലോറിനും അതിൻ്റെ ഇലക്ട്രോഡുകളുമായി ബന്ധപ്പെട്ട നെഗറ്റീവിലേക്കും പോസിറ്റീവിലേക്കും ഒക്കെ മൂവ് ചെയ്യും. അപ്പോൾ അതാണ് ശരിക്കും ഇലക്ട്രിക് ഫ്ലോയെ സഹായിക്കുന്നത്. അപ്പോൾ അയോണിക് കോമ്പൗണ്ട്സ് ആർ കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, ഇനി ലാസ്റ്റ് അതിൻ്റെ പ്രോപ്പർട്ടി പറയുന്നത് അവസാനത്തെ സൊല്യൂബിലിറ്റി ആണ്. അയോണിക് കോമ്പൗണ്ട്സ് ആർ ജനറലി സൊല്യൂബിൾ ഇൻ വാട്ടർ, വെള്ളത്തിൽ ലയിക്കും, ബട്ട് ആർ ഇൻസൊല്യൂബിൾ ഇൻ ഓർഗാനിക് സോൾവെൻറ്റ്സ് സച്ച് ആസ് ഈതർ ആൽക്കഹോൾ, കാർബൺ ടെട്രാക്ലോറൈഡ് എക്സെട്ര. ഇത് സാധാരണ പറയുകയാണെങ്കിൽ നമ്മൾ കുറച്ച് മണ്ണെണ്ണ, ഡീസൽ, പെട്രോൾ ഏതെങ്കിലും ഒരു സാധനം എടുക്കുക. അതൊക്കെ ഓർഗാനിക് സോൾവെൻറ്റ്സ് ആണ്. കുറച്ച് ഉപ്പിട്ടിട്ട് ഇളക്കി നോക്കിയാൽ മതി. നമ്മൾ ഇളക്കുക എന്നല്ലാതെ ഒരിക്കലും അത് ലയിച്ച് ചേരൂല. അതേസമയം വെള്ളത്തിൽ ലയിച്ച് ചേരും. കാരണം വെള്ളം എന്ന് പറയുന്നത് വാട്ടറിൽ ലയിച്ച് ചേരും, യൂണിവേഴ്സൽ സോൾവെൻ്റ് ആണ്. അതേസമയം ഓർഗാനിക് കോമ്പൗണ്ടുകൾ സോൾവെൻറ്റുകളിലൊന്നും എന്ത് ചെയ്യില്ല, ഈ അയോണിക് കോമ്പൗണ്ടുകൾ ലയിച്ച് ചേരൂല, സൊല്യൂബിൾ അല്ല. ഓക്കെ, ഇത്രയാണ് അയോണിക് കോമ്പൗണ്ടുകളുടെ പ്രോപ്പർട്ടീസ്. ഇതൊക്കെ നമുക്ക് പരീക്ഷിക്കാൻ നമ്മുടെ ഉപ്പ് എന്ന് പറയുന്നത് ഒരു അയോണിക് കോമ്പൗണ്ടാണ്. അത് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് അടുത്ത ബോണ്ടിങ്, കോവാലൻ്റ് ബോണ്ടിങ്ങിനെ കുറിച്ച് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം.